ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇൻ്റഗ്രൽസ് പാർട്ട് 19 നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് ഇൻ്റഗ്രൽ 0 to π/2 എന്നാണ് ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് sin x ഡിവൈഡഡ് ബൈ 1 + cos സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്കറിയാം ഈ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് sin x. അപ്പോൾ ഇതിന് ടി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് കൂടെ ഉണ്ട്, sin x ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയോ മനസ്സിലായി ഇത് എന്താണ് ഒരു ഒബ്സർവേഷൻ മനസ്സിലായി ഇതിന് എന്താണ് ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതാ എന്താണ് ഈ പറഞ്ഞ കോസ് എക്സ് ഈക്വൽ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x ഡി എക്സ്. ആ മൈനസ് വരുന്ന കുഴപ്പമില്ല, അതിന് നമുക്ക് എന്ത് ഇൻ്റഗ്രലിനെ പുറത്തിടാം. അത് -1 എന്നുള്ള രീതിക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നാലും പുറത്തിടാം, കുഴപ്പമില്ല. sin x പിന്നെന്താ ഈ ടീൻ്റെ ഡെറിവേറ്റീവ് dt/dx. ആ ഡി എക്സിൻ്റെ ഇപ്പുറത്ത് പറഞ്ഞപ്പോൾ എന്താണ് dt സിക്കലും -sin x dx. അപ്പോൾ ഈ sin x എന്ത് ചെയ്യുക, പിന്നെ ഒരു മൈനസിനെ പുറത്തിടുക. അപ്പോൾ പിന്നെ എന്താ sin x dx എന്തായി മാറും? ഈ പറഞ്ഞ ടി ആയിട്ട് മാറും, അല്ല dt ആയിട്ട് മാറും. അപ്പോൾ എന്താ ഇത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ലിമിറ്റും അപ്പോൾ മാറണം. അപ്പോൾ എന്താ വെൻ x = 0 t = അപ്പോൾ എന്താ ഈ ഫംഗ്ഷനിൽ 0 ഇട്ട് കൊടുക്കുക. cos 0 = 1. വെൻ x = π/2 t = എന്താണ് കോസിന് എക്സിന് π/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ cos 0. അപ്പോൾ ഇൻ്റഗ്രലിൽ നിന്ന് എന്ത് വന്ന് ഇൻ്റഗ്രൽ 1 to 0 0 to π/2 എന്നുള്ളത് 1 to 0 ആയിട്ട് മാറി. അപ്പോൾ ഇൻ്റഗ്രൽ i = 1 to 0 എന്താണ് ഈ പറഞ്ഞ ഇതാ ഇവരോട് ആക്ച്വലി ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഡി എക്സ് = dt/-sin x. അപ്പോൾ ഡി എക്സിന് പകരം എന്താണ് ഈ പറഞ്ഞ dt ഡിവൈഡഡ് ബൈ എന്താണ് -sin x എഴുതി. പിന്നെന്താ ഇത് ക്യാൻസൽ പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇതിവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ അതേപോലെ 1 + എന്താണ് ഈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ ടി, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ t². അപ്പോൾ എന്താ ഇൻ്റഗ്രൽ ഇപ്പോൾ ഒരു മൈനസ് പുറത്തുണ്ട്, -0 എന്താണ് 1 to 0 1 / 1 + t² dt. നമുക്കറിയാം എന്താണ് ഇൻ്റഗ്രൽ 1 / a² + x². അത് ഫോർമുലയാണെങ്കിൽ ഇതിൻ്റെ 1² എന്ന് എഴുതി കഴിഞ്ഞാൽ 1² + x² ഫോർമുല. അപ്പോൾ 1/a tan 1 x/a ചെയ്യാലോ. അപ്പോൾ എന്താ മൈനസ് ഓഫ് എന്താണ് 1/a എന്ന് പറയുമ്പോൾ 1/1, കാരണം a² = 1 a = 1. അപ്പോൾ tan 1 എന്താണ് x/a എന്ന് പറയുമ്പോൾ t/1, കാരണം എക്സിൻ്റെ സ്ഥാനത്ത് എന്തായാലും ഇതൊരു ടി ആയുള്ളത്. പക്ഷേ അതിനപ്പോൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കോസ് എക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഡയറക്റ്റ് എന്താ ലിമിറ്റ്സിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മൈനസ് ഓഫ് എന്താണ് ഈ പറഞ്ഞ 1 1 എന്തായാലും അതിനെക്കൊണ്ട് കാര്യമില്ല. മൈനസ് ഓഫ് tan 1 എന്താണ് t/1 എന്ന് പറയുന്നത് t. അപ്പോൾ 0 to 1. അപ്പോൾ മൈനസ് ഓഫ് എന്താണ് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. tan 1 ടീന് പകരം 0 മൈനസ് ലോവർ ലിമിറ്റ് tan 1 1. നമുക്കറിയാം tan 1 0 എന്ന് പറയുന്നത് എന്താണ് 0 ആണ്, കാരണം 0 എന്ന് പറയുന്ന ആംഗിളിലാണ് tan ആയി പോകുന്നത് 0 ആയി പോകുന്നത്. അതേപോലെ 1 ആവുന്നത് ഏത് ആംഗിളാണ് π/4. അപ്പോൾ ഇതൊരു മൈനസ് ഓഫ് ഏതാ 0 - π/4. അപ്പോൾ എന്താ മൈനസ് ഓഫ് -π/4 ഈക്വൽ എന്താ +π/4 എത്രയല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് സോൾവ് ചെയ്തിങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റിനെ ചെയ്യാം. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് സെഷൻ.